ഹായ് നമസ്കാരം. ഇനി ബി.ജെ.പിക്ക് പിന്തുണയില്ല. രാജ്യസഭയിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ ബി.ജെ.ഡി എം.പിമാർക്ക് നിർദ്ദേശം. ബി.ജെ.പിക്ക് ഇനി പിന്തുണയില്ലെന്ന് ബിജു ജനതാദൾ ബി.ജെ.ഡി രാജ്യസഭയിലുള്ള 9 അംഗങ്ങളോടും ശക്തമായ പ്രതിപക്ഷമാകാൻ ബി.ജെ.ഡി നേതാവ് നവീൻ പട്നായിക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ 2 മോദി സർക്കാർ കാലത്തും വിവാദ ബില്ലുകളിൽ അടക്കം ബി.ജെ.ഡി പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഇനി ഇത് തുടരേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ശരിയായ പല ആവശ്യങ്ങളും ഇനിയും നിറവേറ്റിയിട്ടില്ല. ഒഡീസയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി ബി.ജെ.ഡി എം.പിമാർ ശബ്ദമുയർത്താൻ പാർട്ടി തീരുമാനിച്ചതായി പട്നായിക് വിളിച്ച യോഗത്തിന് പിന്നാലെ രാജ്യസഭാ എം.പി ഭുവനേശ്വർ പറഞ്ഞു. കഴിഞ്ഞ 2 മോദി മന്ത്രിസഭയിലും പല വിവാദ ബില്ലുകൾ ബി.ജെ.ഡിയുടെ പിന്തുണയോടെയായിരുന്നു ബി.ജെ.പി പാസാക്കിയെടുത്തത്. എന്നാൽ ഒഡീസയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.ഡിക്കെതിരെ ശക്തമായി പോരാടി ബി.ജെ.പി അധികാരം പിടിച്ചെടുക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യസഭയിലെ 9 എം.പിമാരെയും തിങ്കളാഴ്ച രാവിലെ യോഗം വിളിച്ചു ചേർത്ത് നവീൻ പട്നായിക് നിർദ്ദേശം നൽകിയത്. ശക്തമായ പ്രതിപക്ഷമാകാനും സർക്കാരിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കാനും രാജ്യസഭാ എം.പിമാർക്ക് നിർദ്ദേശം നൽകി. യാതൊരുവിധ വിധത്തിലുള്ള പിന്തുണയും ബി.ജെ.പിക്ക് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ബി.ജെ.ഡി മാറിയിരിക്കുന്നത്. ബി.ജെ.ഡിയെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നതുമായുള്ള ചർച്ചകളും നടന്നിട്ടുണ്ടെന്നാണ് വിവരം.